നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഏകദേശം $2.2 ട്രില്യൺ, അതായത് 180 ലക്ഷം കോടി രൂപ ആസ്തി കൈകാര്യം ചെയ്യുന്ന ഒരു ആഗോള ഭീമൻ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1935 പ്രവർത്തനം ആരംഭിച്ച ഇൻവെസ്കോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ഫണ്ട് ഹൗസുകളിൽ ഒന്നാണ്. ഇൻവെസ്കോയുടെ ആഗോള വൈദഗ്ധ്യവും ഹിന്ദുജ ഗ്രൂപ്പിന്റെ കരുത്തുറ്റ വിതരണ ശൃംഖലയും ഒന്നിക്കുമ്പോൾ നിക്ഷേപകർക്ക് ലഭിക്കുന്നത് മികച്ച അവസരങ്ങളാണ്. ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഫണ്ടിലെ ഏറ്റവും മികച്ച ഒരു സ്കീമിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 1935 സ്ഥാപിതമായ ഇൻവെസ്കോ ആളുകൾക്ക് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന നിക്ഷേപാനുഭവം നൽകുന്നതിനായി സമർപ്പിക്കപ്പെട്ട ഒരു സ്വതന്ത്ര നിക്ഷേപ മാനേജ്മെന്റ് സ്ഥാപനമാണ്. 2021 ജനുവരി 31 കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള ക്ലയന്റുകൾക്കായി $1.35 ട്രില്യൺ ആസ്തി ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നുണ്ട്. വിവിധ ആസ്തി വിഭാഗങ്ങളിലും ഭൂപ്രദേശങ്ങളിലും വൈദഗ്ധ്യമുള്ള നിക്ഷേപക ടീമുകൾ ഇതിനുണ്ട്. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന മുൻനിര സ്വതന്ത്ര ആഗോള നിക്ഷേപ മാനേജറാണ് ഇൻവെസ്കോ. 25ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻവെസ്കോ റീറ്റെയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഹൈ നെറ്റ്വർത്ത് ക്ലയന്റുകൾക്കായി വിപുലമായ നിക്ഷേപ ഉൽപ്പന്നങ്ങളും തന്ത്രങ്ങളും നൽകുന്നുണ്ട്. അസറ്റ് മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ്, പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപം എന്നീ മേഖലകളിൽ ഇൻവെസ്കോ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഓസ്ട്രേലിയ, കാനഡ, ചൈന, യൂറോപ്പ്, ഹോങ്കോങ്, ഇന്ത്യ, ജപ്പാൻ, കൊറിയ, സിംഗപ്പൂർ, തായ്വാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായി 8000-ലധികം ജീവനക്കാർ ഇൻവെസ്കോയ്ക്കുണ്ട്. US ആസ്ഥാനമായുള്ള ഇൻവെസ്കോ എന്ന ഫണ്ട് ഹൗസ് റെലിഗെയർ സെക്യൂരിറ്റീസുമായി ചേർന്ന് റെലിഗെയർ ഇൻവെസ്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് രൂപീകരിച്ചുകൊണ്ട് 2013 ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് കമ്പനിയുടെ 49% ഓഹരി ഇൻവെസ്കോയുടെയും ബാക്കി ഭാഗം റെലിഗെയറിന്റേതുമായിരുന്നു. 2016 സഹ സ്പോൺസറായ റെലിഗെയറിന്റെ കൈവശമുണ്ടായിരുന്ന ബാക്കി 51% ഓഹരികൾ കൂടി ഇൻവെസ്കോ ഏറ്റെടുക്കുകയും ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം സ്ഥാപിതമായ ഈ കമ്പനി 2006 മെയ് 5 സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത നിക്ഷേപകർ, കോർപ്പറേറ്റുകൾ, സ്ഥാപനങ്ങൾ എന്നിവരുടെ നിക്ഷേപ ആവശ്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും സബ് അഡ്വൈസ്ഡ് പോർട്ട്ഫോളിയോകളിലൂടെയും നിറവേറ്റാനാണ് ഇൻവെസ്കോ അസറ്റ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. മികച്ച ഫലങ്ങൾക്കായി ഓരോ വിഭാഗത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേക മാനേജ്മെന്റ് ടീമുകളാണ് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഫണ്ടിന് കീഴിലുള്ള ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ലാർജ് ക്യാപ് കമ്പനികളുടെ വിശ്വാസ്യതയും മിഡ് ക്യാപ് കമ്പനികളുടെ ലാഭക്ഷമതയും ഒത്തുചേരുന്ന ഈ ഫണ്ട് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 23.71 എന്ന മികച്ച വാർഷിക ആദായമാണ് നൽകിയിരിക്കുന്നത്. ഒരു വെരി ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഫണ്ടാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രകടനം വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഡയറക്ട് ഗ്രോത്ത് പ്ലാൻ വഴി നിക്ഷേപിക്കുന്നത് വഴി ചിലവുകൾ കുറയ്ക്കാനും ആദായം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നത് ഫണ്ടിന് മറ്റൊരു ആകർഷണീയതയാണ്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും മികച്ച പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലൂടെ സ്ഥിരതയാർന്ന വളർച്ച നിലനിർത്താൻ ഇൻവെസ്കോയുടെ ഈ ഫണ്ടിന് സാധിക്കുന്നുണ്ട്. ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിന്റെ നിലവിലെ വളർച്ച പരിശോധിച്ചാൽ NAV 117 രൂപയാണെന്ന് കാണാം. കേവലം 100 രൂപ മുതൽ തന്നെ ഇതിൽ SIP നിക്ഷേപം ആരംഭിക്കാമെന്നത് ഒരു സവിശേഷതയാണ്. 9761.15 കോടി രൂപയുടെ ആസ്തി ഈ ഫണ്ട് നിലവിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയ ഈ സ്കീമിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.74% മാത്രമാണ്. കുറഞ്ഞ ചെലവിൽ മികച്ച ആദായം ലക്ഷ്യമിടുന്നവർക്ക് വിശ്വസിച്ച് നിക്ഷേപിക്കാവുന്ന ഒരു മികച്ച ഓപ്ഷനാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രകടനം പരിശോധിച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി നിക്ഷേപിച്ചവർക്ക് മികച്ച നേട്ടം നൽകിയിട്ടുണ്ടെന്ന് കാണാം. പ്രതിമാസം കേവലം 100 രൂപ വീതം 10 വർഷം നിക്ഷേപിച്ച ഒരാളുടെ ആകെ നിക്ഷേപം 12,000 രൂപയായിരിക്കുമ്പോൾ അത് ഏകദേശം 29,803 രൂപയായി വളർന്നിട്ടുണ്ട്. അതായത് 148% വാർഷിക ലാഭം. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 53.48% റിട്ടേണും 3 വർഷത്തിൽ 21.58% റിട്ടേണും ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയ തുക കൊണ്ട് വലിയൊരു നിധി കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻവെസ്കോയുടെ ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഒരു മികച്ച ഉദാഹരണമാണ്. നിങ്ങളൊരു നിശ്ചിത തുക ഒറ്റ തവണയായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഫണ്ടിന്റെ മുൻകാല പ്രകടനം ഏറെ ആകർഷകമാണ്. ഉദാഹരണത്തിന് 10 വർഷം മുൻപ് നിങ്ങൾ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ച 100 രൂപ ഇന്ന് 499 രൂപയായി വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 399% ലാഭം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 140% ആദായവും 3 വർഷത്തിനുള്ളിൽ 89% ആദായവും നൽകിക്കൊണ്ട് ലംസം നിക്ഷേപകർക്കും മികച്ച നേട്ടം നൽകാൻ ഈ ഫണ്ടിന് സാധിച്ചിട്ടുണ്ട്.
ദീർഘകാല നിക്ഷേപത്തിലൂടെ നിങ്ങളുടെ പണം 5 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ ഈ ഫണ്ടിന്റെ പ്രകടനം സഹായിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ വൈവിധ്യമാർന്നതും ശക്തവുമായ കമ്പനികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് കാണാം. ആകെ 45 ഓഹരികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പോർട്ട്ഫോളിയോയിൽ മാക്സ് ഹെൽത്ത് കെയർ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, BSE ലിമിറ്റഡ് എന്നിവയ്ക്കാണ് മുൻനിരയിലുള്ള സ്ഥാനങ്ങൾ. ഹെൽത്ത് കെയർ, ഫൈനാൻഷ്യൽ സർവീസസ് എന്നീ മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ട്രെൻഡ് ലിമിറ്റഡ് എന്നീ ഓഹരികളിലും നിക്ഷേപം ഫണ്ടിന് മികച്ച സുരക്ഷിതത്വവും വളർച്ചാ സാധ്യതയും നൽകുന്നുണ്ട്. വിവിധ സെക്ടറുകളിലായി നിക്ഷേപം വിന്യസിപ്പിച്ചിരിക്കുന്നതിനാൽ വിപണിയിലെ റിസ്ക് കുറയ്ക്കാനും സ്ഥിരതയാർന്ന ലാഭം ഉറപ്പാക്കാനും ഈ ഫണ്ടിന് സാധിക്കുന്നുണ്ട്. ഫണ്ടിന്റെ നിക്ഷേപ ശൈലി പരിശോധിച്ചാൽ ആസ്തിയുടെ 99% ഇക്വിറ്റിയിലാണ് വിനിയോഗിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത് ഫൈനാൻഷ്യൽ സെക്ടറിനാണ്. ഹെൽത്ത് കെയർ, ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എന്നീ മേഖലകളിലും ഈ ഫണ്ട് ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ബാക്കി തുക കൺസ്യൂമർ ഡിസ്ക്രിഷണറി, റിയൽ എസ്റ്റേറ്റ്, മെറ്റീരിയൽസ് തുടങ്ങിയ മേഖലകളിലായാണ് വിന്യസിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ കൃത്യമായ അനുപാതത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളതിനാൽ വിപണിയിലെ മുന്നേറ്റങ്ങളിൽ നിന്ന് പരമാവധി ലാഭം നേടാൻ ഈ ഹോൾഡിംഗ്സ് അനാലിസിസ് ഫണ്ടിനെ സഹായിക്കുന്നു. അഡ്വാൻസ് റേഷ്യോകൾ പരിശോധിച്ചാൽ ഫണ്ട് മാനേജ്മെന്റിന്റെ മികവ് വ്യക്തമാവും. ഇതിലെ ആൽഫ 8.14 എന്നത് വിപണിയിലെ ശരാശരിയേക്കാൾ മികച്ച ലാഭം നൽകാൻ ഫണ്ടിന് സാധിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഫണ്ടിന്റെ ഷാർപ്പ് റേഷ്യോ 0.99ഉം സോർട്ടിനോ റേഷ്യോ 1.2ഉമാണ്. ഇത് റിസ്ക് അനുസരിച്ചുള്ള മികച്ച ആദായം നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പോർട്ട്ഫോളിയോയുടെ വിന്യാസം നോക്കിയാൽ ആദ്യ 5 കമ്പനികളിൽ 28% നിക്ഷേപവും ആദ്യ 20 കമ്പനികളിലായി 74% നിക്ഷേപവുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ 43.63 PE റേഷ്യോ, 4.8 PB റേഷ്യോ എന്നിവ ഫണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഓഹരികളുടെ മൂല്യത്തെയും ഗുണനിലവാരത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ലാർജ് ക്യാപ് ഓഹരികളുടെ കരുത്തും മിഡ് ക്യാപ് ഓഹരികളുടെ വളർച്ചാ സാധ്യതയും ഒത്തുചേരുന്ന ഈ സ്കീം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിക്ഷേപകരുടെ പണം ഏകദേശം 5 ഇരട്ടിയോളമായി വർദ്ധിപ്പിച്ചു എന്നത് പ്രകടന മികവിന്റെ തെളിവാണ്. എന്നിരുന്നാലും ഇതൊരു വെരി ഹൈ റിസ്ക് ഫണ്ട് ആയതിനാൽ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ശേഷിയും വിലയിരുത്തിയ ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ശരിയായ സമയത്ത് ശരിയായ ഫണ്ടുകളിൽ നടത്തുന്ന നിക്ഷേപം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കുമെന്നതിൽ സംശയമില്ല.